നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയ്ക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഞങ്ങൾ ആരും അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല. സിദ്ധുവേട്ടനും അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും സിദ്ധുവേട്ടന്റെ പഴയ ഓർമ്മ തിരിച്ചു വരട്ടെ. അതുവരെ അമ്മ ഒന്ന് ക്ഷമിക്കണം. സിദ്ധുവേട്ടന്റെ അസുഖം മാറി ഓർമ്മ തിരിച്ചു കിട്ടട്ടെ. അപ്പോ സിദ്ധുവേട്ടന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കറിയാലോ. സോമിയച്ചൻ നൽകിയ ആ മരുന്നില് ആരാ വിഷം ചേർത്തത്? നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചിരുന്ന മരുന്നില് എങ്ങനെ വിഷം കലർത്തി? നമ്മളറിയാതെ വേറെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രവേശിച്ചിരുന്നോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ശത്രു നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ശത്രു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ വീട്ടിൽ ആരാ ശത്രു? അതെനിക്കറിയില്ല. പക്ഷെ പുറത്തു നിന്നാരും നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ വരാറില്ലല്ലോ. ആ സ്ഥിതിക്ക് പുറത്തുള്ളവരെങ്ങനെ സംശയിക്കും? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്? എന്തായാലും ഉടനെ കണ്ടെത്തണം. ശത്രുവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ആത്മസംയമനത്തോടെ വേണം നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇമോഷണലായി കൈകാര്യം ചെയ്യാൻ പാടില്ല. ഏതായാലും കുട്ടന്റെ ജീവൻ അപകടത്തിലാണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കുട്ടനെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കാം. നമ്മുടെ നീക്കങ്ങൾ ഒരിക്കലും നമ്മുടെ ശത്രുക്കൾ അറിയാൻ പാടില്ല. ഏതായാലും ശത്രുക്കളുടെ നിരന്തര നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഒരു സൂചനയും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല എന്ന വിധത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ അന്വേഷണത്തെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ കാര്യങ്ങൾ കൂടുതൽ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്കാവും. അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ടത്. കുട്ടനെ നമുക്ക് രക്ഷപ്പെടുത്തണം. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം. ദൈവം നമുക്ക് അന്വേഷണത്തിന്റെ വഴികൾ ഓരോന്നായി തുറന്നു തരും. ഞങ്ങൾ ചേച്ചിയോടൊപ്പം ഉണ്ടാവും. കണ്ടുപിടിക്കാൻ ചേച്ചി. സിദ്ധുവേട്ടന്റെ ശത്രുവിനെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താം. അമ്മ, എന്താ മോളെ? എന്താ പറ്റിയത് മോളെ? എന്താടി? ഒന്നുമില്ല. അയ്യോ അയ്യോ, ഇത് എങ്ങനെയാ പറ്റിയേ? അതമ്മ ചെറിയൊരു കുപ്പിച്ചില്ല കൊണ്ടതാ. അതെങ്ങനെയാ കുപ്പിച്ചിൽ കൊണ്ടത്? അതൊക്കെ പറയാം. അമ്മ സമാധാനപ്പെട്. ഇവളെ ഇങ്ങനെ കാണുമ്പോ വല്ലാതെ വെപ്രാളെടുക്കുക. അമ്മേ, എന്തിനാ വേവലാതിപ്പെടുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനെന്ന് ആശുപത്രിയിലായെന്ന് കരുതി ഓടിപ്പിടിച്ച് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. നിനക്കത് പറയാം. പക്ഷെ നിനക്ക് ഇവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞ എനിക്ക് അവിടെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അറിഞ്ഞ ഉടനെ ഓടി ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാൻ മനസ്സില്ലെങ്കിലും എനിക്ക് നിന്നെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഞാനതൊന്നും പറയുന്നില്ല. അതാ നല്ലത്. ഇതൊരു ഹോസ്പിറ്റലാമേ. മോളെ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല അമ്മേ. ഏതായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക്. അമ്മ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ആ പേടിയൊന്നും എനിക്കില്ല അമ്മേ. അമ്മ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നൊന്നും ഒരാപത്തും എനിക്കുണ്ടാവില്ല. അല്ലെങ്കിലും നീ എല്ലാവരെയും കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കുമല്ലോ. അമ്മയ്ക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഞങ്ങൾ ആരും അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല. സിദ്ധുവേട്ടനും അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും സിദ്ധുവേട്ടന്റെ പഴയ ഓർമ്മ തിരിച്ചു വരട്ടെ. അതുവരെ അമ്മ ഒന്ന് ക്ഷമിക്കണം. സിദ്ധുവേട്ടന്റെ അസുഖം മാറി ഓർമ്മ തിരിച്ചു കിട്ടട്ടെ. അപ്പോ സിദ്ധുവേട്ടന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കറിയാലോ. അമ്മ ഇങ്ങനെ ടെൻഷൻ ആവണ്ട.
ചേച്ചിയെ ഞാൻ നോക്കിക്കോളാം. എന്റെ ശ്രദ്ധ എപ്പോഴും ചേച്ചിയിലുണ്ടാവും. മോളെ, അമ്മേ, ദേവി, ഞാനിപ്പോ ഒരുപാട് വിഷമങ്ങളിലും ചിന്താക്കുഴപ്പത്തിലോ. തെറ്റേത്, ശരിയേത്, നന്മയേത്, തിന്മയേത്, ആരാ നല്ലവര് അല്ലാത്തവര് എന്നൊന്നും അറിയാത്തൊരു മാനസിക നിലയിലാണ്. അവിടെ നിന്ന് ഈ അവസ്ഥ അറിയണം, എന്നിട്ട് എന്നെ നേരായ മാർഗത്തിലൂടെ നടത്തണം. എന്റെ ഭർത്താവിന്റെ കാര്യം ആലോചിച്ച എനിക്കേറെ ആദി. അദ്ദേഹത്തിന് ചുറ്റിന് ശത്രുക്കളുണ്ട്. അവരാരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരാരായിരുന്നാലും ആ ശത്രുക്കളിൽ നിന്നും എന്റെ കുട്ടിനെ ഭഗവതി കാത്തു രക്ഷിക്കണം. മനസ്സ് അസ്വസ്ഥമാണല്ലേ? ഉള്ളു നിറയെ സംശയങ്ങളാണ്. ഒന്നിനും ഒരു ഉത്തരം കിട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ചഞ്ചല ചിത്തയാണ് ഇപ്പോൾ, ശരിയല്ലേ? അതെ സ്വാമി, സ്വാമിജി പറഞ്ഞത് വളരെയധികം ശരിയാ. മനസ്സിലെ സംശയങ്ങൾക്ക് ഉത്തരം തേടിയാണ് ഇവിടെ വന്നത്, അല്ലേ? സത്യമാണ്. ഭർത്താവിനെ കുറിച്ചാണ് ആദി. അതെ സ്വാമി, അദ്ദേഹത്തെക്കുറിച്ച് തന്നെ എന്റെ ഉത്കണ്ഠ മുഴുവൻ. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് സ്വാമിജി. പക്ഷെ അദ്ദേഹത്തിന്റെ ശത്രു ആരാണെന്നോ ആരിൽ നിന്നാണ് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടതെന്നോ എനിക്കറിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ രോഗം. ഒരപകടത്തില് ഓർമ്മയ്ക്ക് തകരാറ് സംഭവിച്ച മനുഷ്യന് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രോഗം ഭേദമാവണം. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ തിരികെ കിട്ടണം. അപകടത്തിന് മുമ്പ് അദ്ദേഹം എങ്ങനെയായിരുന്നു അതുപോലെ അദ്ദേഹത്തെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്നും ഒരു വലിയ രഹസ്യം എനിക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. പക്ഷെ ഇതെല്ലാം എങ്ങനെ സാധിക്കും സ്വാമിജി? എനിക്കൊന്നും അറിയില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല മകളെ. കുട്ടി ഇപ്പൊ പറഞ്ഞ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാവും. പക്ഷെ ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ മകൾ ഒരു നേർച്ച നടത്തണം. ആ നേർച്ച വളരെ അപൂർവമായി മാത്രമേ ആരെങ്കിലും നടത്താറുള്ളൂ. അത്രയ്ക്ക് കഷ്ടതയേറിയ നേർച്ചയാണത്. പക്ഷെ ആ നേർച്ച പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഈശ്വരപ്രീതി ഉണ്ടാവും. ആഗ്രഹിക്കുന്നത് മുഴുവൻ സാധ്യമാക്കി തരും. എന്ത് നേർച്ചയാണത്? ആ നേർച്ച നടത്താൻ ഞാൻ തയ്യാറാണ്. ഞാനത് ചെയ്യാം സ്വാമിജി. ഞാൻ പറഞ്ഞല്ലോ, അതികഠിനമാണ് ആ നേർച്ച. എത്ര കഠിനമായാലും എന്റെ ഭർത്താവിന് വേണ്ടി ഞാനത് ചെയ്യും. സ്വാമിജി, നേർച്ച എന്താണെന്ന് പറഞ്ഞു തരണം. പറയാം. ആദ്യം തന്നെ നേർച്ച നടത്തുന്ന ആൾ ഉപവാസം അനുഷ്ഠിക്കണം. ഒരു പകൽ മുഴുവൻ ഉപവസിക്കണം. അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ വന്ന് മുട്ടിലിഴഞ്ഞുകൊണ്ട് 108 തവണ ഈ ക്ഷേത്രം പ്രദക്ഷിണം വെക്കണം. ഇപ്പൊ മനസ്സിലായല്ലോ ഈ നേർച്ച എത്ര പ്രയാസകരമാണെന്ന്. അതൊന്നും സാരല്ല സ്വാമിജി, ഞാൻ ഈ നേർച്ച പൂർത്തിയാക്കിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.